നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ അരങ്ങൊഴിയേണ്ട സമയം ആയിക്കഴിഞ്ഞു എന്ന സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. CPM-ന് പുതിയ നേതൃത്വം ഇനി അത്യന്താപേക്ഷിതമാണ്. പുതിയ നേതൃത്വം ഇല്ലെങ്കിൽ ഈ പാർട്ടി ഇനി മുടന്തി നീങ്ങുകയുള്ളൂ. കോൺഗ്രസിലും UDF-ലും ശക്തരായ നേതൃത്വമുണ്ട്. പുതിയ നേതാക്കളാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും ഒരു പിടി നേതാക്കൾ കോൺഗ്രസിലുണ്ട്, UDF-ലുണ്ട്. എന്നാൽ CPM-ൽ പിണറായി വിജയൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റിയൊരു നേതാവ് പോലും CPM-ലില്ല. ഇത് ആ പാർട്ടി നേരിടുന്ന വലിയ പ്രതിസന്ധിയെയാണ് കാണിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പിണറായിക്ക് പകരം ഒരു പുതിയ നേതൃത്വം CPM-ൽ വന്നാൽ മാത്രമേ ഈ പ്രതിസന്ധിയെ അവർക്ക് അതിജീവിക്കാൻ കഴിയൂ. KK ശൈലജയെ പോലെയോ തോമസ് ഐസക്കിനെ പോലെയോ പുതിയ ഒരു നേതൃത്വം, പൊതുവെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സുകാർ ഇഷ്ടപ്പെടുന്ന ഒരു നേതൃത്വം CPM-ന് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അബദ്ധമാണെന്ന് CPM മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലെങ്കിൽ പിണറായിയുടെ കാലം കഴിഞ്ഞു. ഇനി പുതിയ നേതൃത്വം CPM-ന് അനിവാര്യമാണ്. തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കളെയും KK ശൈലജയെ പോലെയുള്ള നേതാക്കളെയും എല്ലാം അരികോശത്തേക്ക് മാറ്റി നിർത്തിയത് വലിയ ഒരു തിരിച്ചടിയാണ് CPM-ന് സമ്മാനിച്ചതെന്നാണ് പല പാർട്ടി നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് ഫലം, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പറയുന്നത്. തോമസ് ഐസക്ക് പാർട്ടി സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ MV ഗോവിന്ദനേക്കാൾ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. അത് MV ഗോവിന്ദനേക്കാൾ നന്നായി ജനങ്ങളെ അഭിമുഖീകരിക്കാനും ജനങ്ങളെ അഭിസംബോധന ചെയ്യാനും പറ്റുമായിരുന്നു. ഇപ്പോൾ തോമസ് ഐസക്ക് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു നേതൃത്വമായിരിക്കണം LDF-ന് ഉണ്ടാകേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ CPM-ന് ഉണ്ടാകേണ്ടിയിരുന്നത്. ഇത് MV ഗോവിന്ദനും പിണറായി വിജയനും ചേർന്നപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഒരു അപ്പീൽ ഇല്ലാത്ത ഒരു നേതൃത്വം ഉണ്ടായിരുന്നും അതാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്നും. പിണറായി വിജയൻ ശക്തനായ നേതാവാണ്, കരുത്തനായ മുഖ്യമന്ത്രിയാണ്, നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷം ഇനി അദ്ദേഹം ഭരണത്തിൽ തുടരുന്നത് നല്ലതല്ല. ഒരു മാറ്റം ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, പാർട്ടിക്കാർ പോലും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ വരികയും UDF-ന് വലിയ നേട്ടം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തത്. അതുകൊണ്ട് പിണറായി വിജയൻ ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇനി പുതിയ നേതൃത്വം പാർട്ടിയെ നയിക്കട്ടെ എന്നുള്ള ചിന്താഗതി ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിക്കുമെങ്കിലും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തു തന്നെ ആയാലും ഒരുപക്ഷെ അതിനുശേഷം പുതിയൊരു നേതൃത്വമായിരിക്കും CPM-നെ നയിക്കുക. KK ശൈലജയെ പോലൊരാൾ നിയമസഭാ കക്ഷി നേതാവായി വരണം, അല്ലെങ്കിൽ തോമസ് ഐസക്കിനെ പോലൊരാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി വരണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്കൊരു പുതിയ ഫീലിംഗ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പാർട്ടി നേതാക്കൾ ഇപ്പോഴും പലരും പറയുന്നത്. KN ബാലഗോപാലിനെ പോലെ, MP രാജേഷിനെ പോലെ, P രാജീവിനെ പോലെയുള്ള നേതാക്കളൊക്കെ പാർട്ടിയിലുണ്ട്. അവരൊക്കെ കുറച്ചുകൂടെ പാർട്ടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നില്ല എങ്കിൽ ഈ ബംഗാളിൻ്റെ അവസ്ഥ തന്നെ കേരളത്തിലുണ്ടാവും. അല്ലെങ്കിൽ ബംഗാളിലെ CPM പോലെ തന്നെയാകും 2026 ശേഷം കേരളത്തിലെ CPM എന്നും. അതുകൊണ്ട് ഒരു നേതൃമാറ്റം CPM-ൽ അനിവാര്യമാണെന്ന് എല്ലാ നേതാക്കളും കരുതുന്നുണ്ട്, പിണറായി വിജയൻ ഒഴിച്ച്. പിണറായി വിജയനോട് അടുത്ത് നിൽക്കുന്നവരൊഴിച്ച് ബാക്കി എല്ലാവരും കേരളത്തിലെ CPM-ൽ ഒരു നേതൃമാറ്റം അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. പുതിയ നേതൃത്വം CPM-ന് ഉണ്ടായില്ല എങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റില്ല. MV ഗോവിന്ദനെ പോലൊരാളെ വെച്ചുകൊണ്ടൊന്നും ഇനി പാർട്ടിയുടെ മുഖമായി പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ MV ഗോവിന്ദനെ ഒരാളെ പാർട്ടിയുടെ നേതാവായി ജനങ്ങൾക്ക് മുൻനിർത്തിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയേക്കാൾ ശക്തിയായി രൂക്ഷമായി പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് അതിനൊന്നും കഴിയുന്നില്ല. പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിനൊക്കെ MV ഗോവിന്ദൻ പതറിപ്പോകുന്നു. അദ്ദേഹത്തിന് പറയാനുള്ള ഡാറ്റ പോലും കയ്യില്ലാത്ത അവസ്ഥ വരുന്നു. അതുകൊണ്ട് MV ഗോവിന്ദനെ പോലത്തെ ആളെ വെച്ചൊന്നും ഇനി പാർട്ടി മുന്നോട്ട് പോവുകയില്ല. പിണറായിയും ഗോവിന്ദനും അടക്കമുള്ള തലമുറ മാറി ഒരു പുതിയ തലമുറയെ CPM-ൽ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ മാത്രമേ ഇനി എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ എന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്.